ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ്. തുടരെ ഡെവലപ്മെൻറ്റ്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ആണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ്. ദേഷ്യം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല, ഊഹിക്കാൻ പറ്റത്തില്ല, ആ രീതിയിലുള്ള ദേഷ്യത്തിലാണ്. ട്രംപ് ഒരു എക്സ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ എക്സ്പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറാൻ വേണമെങ്കിൽ രണ്ട് മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന്, ന്യൂക്ലിയർ ഡീലിൽ ഒപ്പിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുക, ആ രീതിക്ക് സമാധാനപരമായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അടിച്ചു തീർക്കണം എന്നുണ്ടെങ്കിൽ അടിക്കാം, ആ രീതിയിലാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക അറ്റാക്ക് ചെയ്ത 3 സ്ഥലങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഫോർദോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 60% യുറേനിയം ഫ്യൂവൽ എൻറിച്ച്മെൻറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണ് അവിടെ ഉള്ളത്. 2200 സെൻട്രിഫ്യൂജസ് ആണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ സെൻട്രിഫ്യൂജ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാനത് ഇമേജിൽ കാണിക്കുന്നില്ല. ഇതാണ് ഈ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഈ യുറേനിയം ഇട്ട് എൻറിച്ച്മെൻറ്റ് ചെയ്ത് എടുക്കുന്നത്. ഇത് സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞാൽ ഇത് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേഷൻ പെർ മിനിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റൊട്ടേഷൻ ഹൈ സ്പീഡിൽ റൊട്ടേഷൻ ചെയ്തിട്ടാണ് ഇത് സെൻട്രിഫ്യൂജ് ചെയ്ത് യുറേനിയത്തിൻ്റെ പ്യൂരിറ്റി ഉറപ്പുവരുത്തുന്നത്. ഇതേപോലത്തെ 2200 എണ്ണം ഈ ഫാർദോ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ടിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഇതാണ് മെയിനായിട്ട് അവിടെ നടക്കുന്ന പ്രോസസ്സ്. ഈ യുറേനിയം സെൻട്രിഫ്യൂജ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ വളരെ സെക്യൂറായിട്ട് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഒന്നും ഇല്ല. ഇത് തന്നെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇല്ലാതെ ചെയ്യുന്ന പരിപാടിയാണ്. ഇതിനകത്ത് ഒരുപാട് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്താണ് ഈ പ്രവർത്തനം നടക്കുന്നത് ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അണ്ടർഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്നത്. കാരണം റേഡിയേഷനാണ്. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ചെർണോബിൽ പോലെ റഷ്യയിൽ ചെർണോബിൽ ദുരന്തമൊക്കെ ഇതിനൊരു ഉദാഹരണമായിട്ട് മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റേഡിയേഷൻ എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, തലമുറകളെ നശിപ്പിച്ച് കളയുന്ന ഏർപ്പാടാണ് ഈ റേഡിയേഷൻ. അതിന് മുന്നുദാഹരണമായിട്ട് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഞാനിപ്പോൾ അതൊന്നും പേരെടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. ജപ്പാനിലൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കൊണ്ട് തന്നെ ഈ GCC മേഖലയിലുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്താർ, ഇതൊക്കെ ഈ റീജിയനിൽ കിടക്കുന്ന രാജ്യങ്ങളാണ്. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം ഈ റീജിയനിൽ കിടക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു റേഡിയേഷൻ കൺസേൺ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പോൾ ഇന്ന് രാവിലെ ഇതുവരെ ഈ മൊമെന്റ് വരെ ഒരു രീതിയിലുള്ള റേഡിയേഷൻസും അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺ വേണ്ട എന്നുള്ളതാണ്. ഇതിനകത്ത് ഇപ്പോൾ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഒന്നെങ്കിൽ ഈ അറ്റാക്ക് നടന്ന സമയത്ത് ഇതെല്ലാം കൂടെ മണ്ണിൻ്റെ അടിയിൽ സീൽഡായിട്ട് പുതഞ്ഞു പോയിട്ടുണ്ടാവാം എന്നുള്ളത് ഒരു അഭിപ്രായം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടി ക്യുമുലേറ്റീവായിട്ട് കളക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇത് മാറ്റിയിട്ടുണ്ടാവാം, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടാവാം എന്നുള്ള അഭിപ്രായമാണ് ഇസ്രായേലിൻ്റെത്. ബാക്കിയുള്ളത് കാരണം ഇവർക്ക് മാറ്റാനുള്ള സമയമുണ്ടായിരുന്നു, ആ ടൈം ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ മാറ്റിയിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഒരു 80% ഇസ്രായേൽ പറയുന്നത്. അമേരിക്ക ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഇപ്പോഴും ഒരു ഡിബേറ്റ് മോഡിലാണ് നോക്കിക്കാണുന്നത്. പക്ഷേ തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ഇതേ പ്രോസസ്സിംഗ് യൂണിറ്റിൽ വെച്ച് തന്നെയാണ് ഇതിനെ വീണ്ടും എൻട്രി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ പ്രോസസ്സിംഗ് യൂണിറ്റുകളെല്ലാം തകർത്ത് കളഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ വെറുതെ എടുത്ത് മാറ്റി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് 90% എബോ എൻറിച്ച്മെൻറ്റ് നടത്തിയാൽ മാത്രമേ ഈ കുഴൽ പോലത്തെ ഈ സെൻട്രിഫ്യൂജ് പൈപ്പ് ലൈൻ ഇല്ലേ, ഇതിനകത്തിട്ട് ഇത് 90% പ്യൂരിറ്റി വരുന്നത് വരെ ഇതിനെ ഇട്ട് കറക്കണം. അങ്ങനെ കറക്കി മാത്രമേ ഈ കൃത്യമായിട്ടുള്ള ആ ഐസോട്ടോപ്പിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അതൊരു കെമിക്കൽ ഫോമുലയാണിത്. അപ്പോൾ ആ ലെവലിലേക്ക് ഇതിനെ എത്തിക്കണം. അപ്പോൾ ആ ലെവലിലേക്ക് എത്തിയാൽ മാത്രമേ ഇതിനെ അണുബോംബിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ, അതായത് ഈ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ ഈ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ആണവോർജ്ജ കേന്ദ്രങ്ങളില്ലേ, അവിടെയൊക്കെ 5 മുതൽ 7% എൻറിച്ച്മെൻറ്റ് ചെയ്ത യുറേനിയം മതി പവർ പ്രൊഡക്ഷൻ ചെയ്യാൻ. 5 മുതൽ 7% എൻറിച്ച്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു യുറേനിയത്തിൽ തന്നെ നമുക്ക് ഇത്രത്തോളം കറണ്ട് എടുക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ, ആ ഒരു ന്യൂക്ലിയർ പ്രോസസ്സിൽ തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ഇത്രമാത്രം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ 90% യുറേനിയം എൻറിച്ച്മെൻറ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. ആ രീതിയിലുള്ള എഫക്റ്റീവായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഈ സാധനം. ആ സാധനം വെച്ചാണ് ഈ കളി നടക്കുന്നത്. ഇപ്പോൾ നറ്റാൻസ് എന്ന് പറയുന്നത് ഇറാൻ്റെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്, ന്യൂക്ലിയർ ഫ്യൂവൽ എൻറിച്ച്മെൻറ്റ് പ്ലാന്റ്. ഇസ്ഫഹാൻ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് ന്യൂക്ലിയർ കേക്ക് ടൈപ്പിൽ മുറിച്ചെടുക്കുന്നതാണ്. അതായത് ഈ സെൻട്രിഫ്യൂജിലൊക്കെ കൊണ്ടിടുന്നതിന് മുമ്പ് ഇതിനെ കേക്ക് കഷ്ണങ്ങൾ പോലെ മുറിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആ പ്രോസസ്സിങ് നടക്കുന്ന സ്ഥലമാണ് ഇസ്ഫഹാൻ. അതും വലിയൊരു ഫാക്ടറി തന്നെയാണ്. യുറേനിയം കണ്ടന്റുള്ള റോക്സ് കേക്ക് ടൈപ്പിൽ മുറിച്ച് എടുക്കുന്ന സംഗതികൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് അവിടെ നിന്ന് പ്രോസസ്സിങ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഇസ്ഫഹാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽ ഫാക്ടറി എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിലും ഇതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അങ്ങനത്തെ സംഭവമാണ് ഇസ്ഫഹാൻ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ചെയിൻ ഓഫ് കണക്ടിവിറ്റി മനസ്സിലായല്ലോ. അതായത് ഇത് മൂന്നും ഒരേ ലൈനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഫാർദോ, നറ്റാൻസ്, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഇസ്ഫഹാൻ. ഇത് മൂന്നും ഇങ്ങനെയാണ് ചെയിൻ ഓഫ് കണക്ടിവിറ്റിയിൽ ഇങ്ങനെ ലിങ്ക് ചെയ്തിരിക്കുന്നത്.
പിന്നെ ഒരു ചോദ്യം ഞാൻ കമന്റിൽ വായിക്കേണ്ടായി. അതായത് ഇവര് വെളിയിൽ മാത്രം ഇങ്ങനെ ഒരു കൂടാരം പോലെ അടിച്ചു വെച്ചിട്ട് ഇതാണ് സ്ഥലം എന്നുള്ള രീതിയിൽ കാണിക്കുകയും അതേസമയം അണ്ടർഗ്രൗണ്ടിൽ വേറൊരു സ്ഥലത്തേക്ക് ഇതിനെ മാറ്റി നീക്കി അങ്ങ് ഉള്ളിൽ തുളച്ചു പോയിട്ട് ഉറുമ്പിൻ്റെയൊക്കെ കൂടുകളില്ലേ, പിന്നെ അതായത് ഇവർ വെളിയിലേക്ക് ഇങ്ങനെ ഒരു ബിൽഡിംഗ് മാത്രം ഡെമോൺസ്ട്രേറ്റ്, അതായത് വെളിയിലേക്ക് ഇതാണ് സ്ഥലം എന്നുള്ള രീതിയിൽ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുകയും പക്ഷെ അകത്ത് ഇതിനെ റീലൊക്കേറ്റ് ചെയ്ത് മണ്ണിന്റെ അടിയിൽ തുരങ്കം കുഴിച്ച് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിരുന്നെങ്കിൽ എന്തായേനെ എന്നൊരു ചോദ്യം ഞാൻ കമന്റിൽ വായിക്കേണ്ടായി. അമേരിക്കയും ഇസ്രായേലും ഇത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് മുന്നോട്ട് എടുക്കുമ്പോഴത്തേക്കും അവർ നമ്മളെക്കാളും ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവും. അവരിതൊക്കെ ചിന്തിച്ചിട്ട് ഇതിന്റെ ബ്ലൂ പ്രിന്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വളരെ വ്യക്തമായിട്ട് ഇതിന്റെ ഡേറ്റ ഇറാന്റെ ഉള്ളിലുള്ള ഈ നറ്റാൻസ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനം നേരിട്ട് കണ്ട ഒരാളിനെ തന്നെ ചാക്കിട്ട് പിടിച്ചിട്ടുണ്ടാവും മൊസാദ്. എന്നിട്ട് ഫുൾ ബ്ലൂ പ്രിന്റ് എടുത്തുകൊണ്ട് വന്നിട്ടായിരിക്കും ഈ പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയത്. അപ്പൊ നമ്മൾ ആ രീതിയിൽ ചിന്തിച്ച് തല പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ അടിച്ചിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള സ്ഥലങ്ങളാണ്, ക്ലിയർ ഷോട്ടാണ്. പിന്നെ ഈ ബുഷർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. ഈ ബുഷർ എന്ന് പറഞ്ഞ പവർ പ്ലാന്റ്, അതേപോലെ അറാഖ് എന്ന് പറഞ്ഞത് പവർ പ്ലാന്റ്, അതുപോലെ ടബ്രീസ്, ഈ ടബ്രീസിലും റോ മെറ്റീരിയൽ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ അറ്റാക്ക് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവർ പവർ പ്ലാന്റുകളായിട്ട് മാത്രമല്ല പണിത് വെച്ചിരിക്കുന്നത്. അവിടെയൊക്കെ ഒരു ആയുധം എങ്ങനെയെങ്കിലും ഒരു ആണവായുധം തട്ടിക്കൂട്ടാനുള്ള കേപ്പബിലിറ്റിയിലുള്ള ഫാക്ടറികൾ പണിത് വെച്ചിട്ടുണ്ട്. അതായത് ഈ യുറേനിയം ലീക്കായി പുറത്തു പോകാതിരിക്കാനും ഈ റേഡിയേഷൻസ് വെളിയിലോട്ട് സ്പ്രെഡായി പോകാതിരിക്കാനും ഇതിന് വലിയ രീതിയിലുള്ള കോൺക്രീറ്റ് കൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഭീമമായിട്ടുള്ള ഒരു ഡോം പോലത്തെ ഒരു സംഗതിയാണ് ഇവർ പണിത് വെച്ചിട്ട് അതിന്റെ ഉള്ളിലാണ് ഈ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്ന കൂടാരങ്ങൾ, ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ ഈ ന്യൂക്ലിയർ പ്ലാന്റുകളിലൊക്കെ ഉണ്ട്. അതായത് ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം ന്യൂക്ലിയർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പുറത്തോട്ട് ഓപ്പൺ ആയിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയുള്ള ന്യൂക്ലിയർ പ്ലാന്റുകൾ എങ്ങനെയാണ് ലുക്ക് ലൈക്ക് എന്നുള്ളത് ഞാനൊരു ഇമേജ് കാണിക്കാം, നിങ്ങൾ നോക്കിക്കോ. അതായത് അത് ചെണ്ട പോലത്തെ ഒരു സാധനം, ചെണ്ടയിൽ ഒരു ഭാഗം താഴോട്ടിരിക്കുന്നു, മറ്റൊരു ഭാഗം വെളിയിലോട്ടിരിക്കുന്നു. ആ ആകാശത്തോട്ടിരിക്കുന്ന ഭാഗം അത് ഓപ്പണാണ്. ഇതിന്റെ ഉള്ളിലാണ് ഈ വാട്ടർ റിയാക്ടർ പ്രവർത്തിക്കുന്നതും നമുക്ക് പവർ പ്രൊഡ്യൂസ് നടക്കുന്നതും നമുക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതും. ഇതൊരു സംഗതി. ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് ഇങ്ങനെ ഡോം പോലെ കമത്തി വെച്ചിട്ട് വലിയ കൂടാരം പോലെ പണിത് വെച്ചിരിക്കും. അങ്ങനെ പണിത് വെച്ചിരിക്കുന്നതിന്റെ ഉള്ളിലാണ് ഈ ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കുന്നത്. ഈ യുറേനിയം ഒക്കെ കൊണ്ട് ഇതിനകത്ത് ഇൻടാക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ റേഡിയേഷൻസ് പുറത്തു വരും. അത് വരാതിരിക്കാനാണ് ഈ രീതിയിലുള്ള മൾട്ടിപ്പിൾ ലെയേർഡിലുള്ള ഇങ്ങനെ ഡോം പോലത്തെ ഇങ്ങനെ മൊത്തത്തിൽ അടച്ചു പൂട്ടിയ സാധനങ്ങൾ പണിത് വെക്കുന്നത്. അങ്ങനത്തെ സംഭവങ്ങൾ ഈ ബഷേറിലും അറാഖിലും ടബ്രീസിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ അറ്റാക്ക് ചെയ്തത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇറാന്റെ അടുത്ത നീക്കങ്ങൾ, എന്ത് നീക്കങ്ങൾ? ഒരു നീക്കങ്ങളും ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു നീക്കങ്ങളും ചെയ്യാൻ അവിടെ ഒന്നുമില്ല. ഇറാൻ ഭയങ്കരമായിട്ട് റിറ്റാലിയേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. വലിയ രീതിയിലുള്ള റിറ്റാലിയേഷൻ ഒന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഇറാനില്ല. അത് ആദ്യം ഇറാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ചുമ്മാ പിന്നെ അവരെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന പ്രോക്സികളുണ്ടല്ലോ, അവരുടെ മുന്നിലെങ്കിലും ഒന്ന് എണ്ണീറ്റ് നിന്ന് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞങ്ങൾ റിറ്റാലിയേറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ ഇറാനെ സപ്പോർട്ട് ചെയ്ത് നിൽപ്പുണ്ട്, അവർക്കൊക്കെ ഒരു ആശ്വാസം വേണ്ടേ? അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഖമനേയി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് വിശ്വസിച്ച് കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കാം. ട്രംപ് ഓൾറെഡി ഇറാന് താക്കീത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്, ഇല്ല മറ്റേ മാർഗങ്ങളിലൂടെയാണെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് അടിച്ച് തുലച്ച് കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇസ്രായേലിലോട്ട് തുരുതര മിസൈലുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മിസൈൽ ഹൈഫൈൽ വീണിട്ടുണ്ട്. അതിൻ്റെ കാഷ്വാലിറ്റീസും കാര്യങ്ങളും ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടില്ല. എന്തായാലും തീർച്ചയായിട്ടും കുറച്ച് ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ടാവും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിതീവ്രമായ നിലയിലാണ് മിസൈലുകൾ വരുന്നത്. പിന്നെ കുറച്ചുകൂടെ ഇസ്രായേൽ ഈ ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം എൻഹാൻസ് ചെയ്തതുകൊണ്ട് തന്നെ കുറേയധികം മിസൈലുകളെ തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ വിൽ കണ്ടിന്യൂ ദെയർ ജോബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തമാണ്, മെസ്സേജ് ഇസ് വെരി ക്ലിയർ. അത് അമേരിക്ക ശക്തമായിട്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു, ഇസ്രായേലിനോടൊപ്പം ഇറങ്ങിയിരിക്കുകയാണ് കളത്തിൽ. അതാണ് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമാണ്. ഇസ്രായേൽ വിൽ ഡു ദെയർ ജോബ്, അവർ ഫിനിഷ് ചെയ്യും ബാക്കി കാര്യങ്ങൾ. അതായത് ഇസ്രായേലാണ് അമേരിക്കയ്ക്ക് വന്ന് അവിടെ ബോംബിടാനുള്ള സൗകര്യങ്ങളെല്ലാം ഇപ്പോൾ ഇത്തരം നാൾ ഒരു 5-6 ദിവസം, ഒരു 7-8 ദിവസം അടിച്ച് ഒതുക്കി അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം തന്നെ കംപ്ലീറ്റ് തൂത്തുപിറക്കി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. തെഹ്റാൻ മൊത്തത്തിൽ അടിച്ച് വൃത്തിയാക്കി കൊടുത്തപ്പോഴത്തേക്കും അമേരിക്ക വന്ന് നീറ്റായിട്ട് അവരുടെ ആ ഒരു ടാസ്ക് പൂർത്തിയാക്കി അവർ മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇസ്രായേൽ കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ആയത്തുൽ ഖമനേയി ഏതോ ഒരു മാളത്തിലൊക്കെ ഇരുന്നുകൊണ്ട് പറയാണ് തിരിച്ചടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആയത്തുൽ ഖമനേയിക്ക് ഇങ്ങനെ അമേരിക്ക വന്നൊരു ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു അറിവ് കിട്ടിയിട്ടുണ്ടോ എന്ന് വരെ നമുക്ക് ഡൗട്ടുണ്ട്. കാര്യം വെച്ചാൽ പുള്ളിക്ക് നല്ല വയസ്സും പ്രായമുണ്ട്. ഈ ട്വിറ്റർ അക്കൗണ്ടൊന്നും ആയത്തുൽ ഖമനേയി ഡീൽ ചെയ്യുന്നതൊന്നല്ല. ഇത് ഈ ട്വിറ്റർ അക്കൗണ്ടൊക്കെ ഗവൺമെന്റിന്റെ ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാർ ആയത്തുൽ ഖമനേയിയുടെ പേരിൽ ഇടുന്നതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ 85 വയസ്സുള്ള മൂപ്പരാർ എവിടെ നിന്നാണ് വന്നിട്ട് ട്വിറ്ററും ഇതൊക്കെ കുത്തിക്കൊണ്ടിരിക്കുന്നത്? അതിനുള്ള സമയമൊന്നുമില്ല, അതിന്റെ നോളജും ഇല്ല പുള്ളി. ട്വിറ്ററും ഇങ്ങനത്തെ മൊബൈലുകളൊന്നും പുള്ളി ഉപയോഗിക്കാറില്ല. അതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്.
പിന്നെ അതും പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ ആയത്തുൽ ഖമനേയി ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എങ്ങനെയൊക്കെ പറയും, അത്രേ ഉള്ളൂ. ഇതൊന്നും ആയത്തുള്ള അറിഞ്ഞിട്ടല്ല ഇതൊക്കെ വരുന്നത്. അബ്ബാസ് അരക്ചി, ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ, പറഞ്ഞിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസിനൊക്കെ ഒരു വിലയൊന്നും ഇല്ലേ, ഇതൊക്കെ വെറും പാവകൾ പോലെ ഇരിക്കുന്നതാണോ? അതായത് ഇത്രയും നാളും ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്ന ഡയലോഗ് ഇപ്പം ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുണൈറ്റഡ് നേഷൻസിന് ഒന്നും ചെയ്യാനില്ല ഇതിനകത്ത്, ഇന്നലെ വരെ നമ്മൾ റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ലേ, ഇത് ശക്തമായ നടപടി അമേരിക്കയ്ക്കെതിരെ എടുത്തിട്ട് എല്ലാ രാജ്യങ്ങളും കൂടെ ഒത്തുകൂടി അമേരിക്കയെ ഐസോലേറ്റ് ചെയ്യണമെന്നാണ് അബ്ബാസ് അരക്ചി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അബ്ബാസ് അരക്ചിയും അതുപോലെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനെയും ഇസ്രായേൽ വിട്ടുവെച്ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരു പൊളിറ്റിക്കൽ റെജീം ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഇവരൊക്കെ പൊളിറ്റിക്കലി വന്ന ആൾക്കാരാണ്. ഇറാന്റെ ഉള്ളിൽ വന്ന് അവരൊക്കെ പൊളിറ്റീഷ്യൻസ് ആണ്, ഒരു പൊളിറ്റിക്കലി ഇലക്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ പേരിലുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ അവർക്ക് ഈ ഇലക്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ അവിടെ വധിക്കാൻ യാതൊരു താല്പര്യമില്ല ഇസ്രായേലിന്. അല്ലാതെ ഈ റെജീമിൽ IRGCയുമായിട്ട് ബന്ധപ്പെട്ട റെജീമിലുള്ള ആൾക്കാരെ തൂത്തുപറക്കി കളയാനാണ് ഇസ്രായേൽ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇസ്രായേൽ അടുത്ത് മുന്നോട്ട് നീക്കുന്നത് അവിടുത്തെ റെജീം ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പം സിറിയയിൽ ഇപ്പം നിങ്ങൾ നോക്കൂ, സിറിയയിൽ അസാദ് ഭരണകൂടം ഒഴിഞ്ഞു പോയപ്പോഴത്തേക്കും അടുത്ത തീവ്രവാദിയായിട്ടുള്ള അൽ ഷഹാർ എന്ന് പറയുന്ന ജൊലാനി വന്ന് ഭരണത്തിലിരുന്നു. ജൊലാനി വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഗവൺമെന്റിന്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരെയൊക്കെ അയാളുടെ കീഴിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അയാളുടെ കീഴിലേക്ക് ഒബേ ചെയ്യാത്ത ആൾക്കാർ, താല്പര്യമില്ലാത്ത ആൾക്കാരെയൊക്കെ വിട്ടുപോവാം, ഇല്ലെങ്കിൽ അയാൾ തട്ടിക്കളയും, അത് വേറെ വിഷയം. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ ഒബേ ചെയ്ത് ഈ ജോലി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മൊത്തത്തിൽ ആ രാജ്യത്തിന്റെ മൊത്ത ബ്യൂറോക്രസി മൊത്തത്തിൽ തകർന്നടിയും. അപ്പോൾ അതുകൊണ്ട് ബ്യൂറോക്രസി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു രാജ്യം പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇറാനിലും അതേ മോഡലിലുള്ള ഒരു റെജീം ചേഞ്ച് ആണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ഈ ആയത്തുൽ ഖമനേയി ഉൾപ്പെടെയുള്ള ആ മതഭരണകൂടം, ആ ബ്രദർഹുഡ് ഐഡിയോളജി സപ്പോർട്ട് ചെയ്യുന്ന മതഭരണകൂടം മൊത്തത്തിൽ തുടച്ച് തൂത്ത് പറക്കി കളഞ്ഞിട്ട് ഈ പെസസ്കിയാനും ഈ അബ്ബാസ് അരക്ചിയൊക്കെ അതുകൊണ്ടാണ് നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ടോട് കൂടി അഥവാ ഈ ഒരു റെജീം ഒളിച്ചോടുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വധിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ ഇസ്രായേൽ ഇവരെ ഇല്ലാതാക്കുന്നു എങ്കിൽ പിന്നെ അവിടെ റോൾ വരുന്നത് ഇലക്ടഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആ രാജ്യത്തിന്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഈ ഫോറിൻ മിനിസ്റ്റർ, ഇതേപോലത്തെ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ. അവരുടെയൊക്കെ നേതൃത്വത്തിൽ പുതുതായിട്ട് ഈ റേസ പെഹ്ലവി ഷാ എന്ന് പറഞ്ഞ ആ ഒരു ഷാ ഭരണകൂടത്തിന്റെ നിലവിലത്തെ അവകാശിയായിട്ടുള്ള ആ വ്യക്തിയെ കൊണ്ട് ഇവിടെ പ്രതിഷ്ഠിക്കാനാണ് പദ്ധതി ഒരുങ്ങുന്നത്. അപ്പം അതിനാണ് പദ്ധതി ഇസ്രായേൽ ഒരുക്കുന്നത്. ഇതിനൊരു തടയിടണം എന്നുണ്ടെങ്കിൽ ഇറാന്റെ മുമ്പിൽ, IRGCക്ക് മുന്നിൽ രണ്ട് കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ്. ഒന്ന്, അമേരിക്കയെ തിരിച്ചടിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നിലനിൽക്കുന്നുണ്ട്. രണ്ട്, ഈ IRGC ഭരണകൂടം നിലനിർത്തുക എന്നുള്ളതും ഒരു രണ്ടാമത്തെ ചാലഞ്ച്. ഈ രണ്ട് ചാലഞ്ചും വളരെ നിർണായകമായിട്ടുള്ള ചാലഞ്ചാണ്. പിന്നെ ഇതിലെല്ലാം ഉപരി ഇസ്രായേലിന്റെ മൊസാദിന്റെ കണ്ണുകളിൽ നിന്നും ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ അവർ നേരിടുന്ന വെല്ലുവിളി. പിന്നെ ഈ മിസൈൽ വിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഡ്രോൺ വിടുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതൊക്കെ IRGCയുടെ ടീമുകൾ അവിടെ നിന്ന് കോർഡിനേറ്റ് ചെയ്ത് നടത്തുന്നുണ്ട്. ഇറാൻ പറയുന്ന രീതിയിൽ, വാചകമടിക്കുന്ന രീതിയിലുള്ള ഒരു സക്സസ്ഫുൾ ഓപ്പറേഷൻ ഇതുവരെ നടത്തിയിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ നേരെ മറിച്ച് ഇസ്രായേൽ ആണെങ്കിൽ തകർത്ത് പിറക്കി തൂത്ത് പറക്കി കളഞ്ഞിരിക്കുകയാണ്. ഇനി ഒന്നും പറയാനില്ല എന്നുള്ള അവസ്ഥയാണ്, മിണ്ടാട്ടമില്ല, അതാണ് അവസ്ഥ. എത്ര ബോംബ് അഥവാ എത്ര GBU അല്ലെങ്കിൽ എത്ര മൊവാബ് ബോംബ് ഉപയോഗിച്ചു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവും പെൻറ്റഗൺ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അത് പെൻറ്റഗന്റെ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബാക്കി മീഡിയയിൽ വരുന്നതെല്ലാം തന്നെ സ്പെക്കുലേഷൻസ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പെൻറ്റഗൺ ഇതുവരെ എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്നോ അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് നടത്തിയത്, ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചു എന്നുള്ള ആ ഒരു മിലിറ്ററി എൻക്രിപ്റ്റഡ് കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ചിലർ സമറൈൻ പറയുന്നുണ്ട്, ചിലർ B2 ബോംബർ പറയുന്നുണ്ട്, ചിലർ C-130 പറയുന്നുണ്ട്, അങ്ങനെ പലതും പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഈ ഒരു ബോംബ് ഹാൻഡിൽ ചെയ്യുന്നത് US എങ്ങനെയാണെന്നുള്ളത്, ഈ 30,000 പൗണ്ടുള്ള ഒരു ബോംബ് അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെയാണ് അമേരിക്ക യൂസ് ചെയ്തത്, കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രാവിലെ. അത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും. ചിലർ അമേരിക്ക ഇറാനെ അടിച്ചു കഴിഞ്ഞു, ഇനിയിപ്പം ലോകമഹായുദ്ധം, 3ാം ലോകമഹായുദ്ധം വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് തള്ളുന്നുണ്ട്. 3ാം ലോകമഹായുദ്ധം ഒന്നും വരില്ല. അതിന്റെ രണ്ട് ഫാക്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒന്ന്, തയ്യബ് എർദോഗൻ അവരുടെ മിലിറ്ററി എല്ലാം കൊണ്ടുവന്ന് ഇറാനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അത് ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, അങ്ങനെ നടക്കും, അങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾ വിചാരിച്ചോ ലോകമഹായുദ്ധം ഉണ്ടാവും, അല്ലെങ്കിൽ 3ാം വേൾഡ് വാർ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഞാൻ പറയുന്ന രാജ്യങ്ങൾ നോക്കിക്കോ. 10 രാജ്യങ്ങളുണ്ട്. ഈ 10 രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റിലുള്ള ഇറാനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന 10 രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് ബേസ് ഉണ്ട്. എല്ലാം തന്നെ 4,000, 5,000, 19,000, 13,000 സോൾജേഴ്സ് അവിടെ സ്റ്റേ ചെയ്യുന്ന ബേസുകളാണ്. ഇത്രയും ബേസുകൾ അറബ് രാജ്യങ്ങളിലുണ്ട്. പിന്നെ എങ്ങനെയാണ് ലോകമഹായുദ്ധം വരാൻ പോകുന്നത്? ഒരിക്കലും വരില്ല. ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും തന്നെ അവരവരുടെ രാജ്യം, അവരവരുടെ
രാജ്യത്തിലെ ജനങ്ങൾ, അവരുടെ എക്കോണമി, അവരുടെ പുരോഗതി, ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പല രീതിയിലുള്ള ടെക്നോളജികൾ, സയന്റിഫിക് റിസർച്ചുകൾ, സെമി കണ്ടക്ടേഴ്സ്, അങ്ങനെ ഏത് രീതിയിൽ നമ്മുടെ രാജ്യത്തിനെ മുന്നോട്ട് നയിക്കാം എന്നാണ് ഓരോ രാജ്യങ്ങളും മുന്നോട്ട് ചലിക്കുന്നത്. ആ സാഹചര്യത്തിൽ ആരും തന്നെ പൊട്ടന്മാരെ പോലെ വന്നിട്ട് 3ാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യത്തില്ല. ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ യുദ്ധങ്ങൾ നടക്കുന്ന കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം അത് മനസ്സിലാക്കിക്കോണം. ഇതിനു മുമ്പ് യുദ്ധങ്ങൾ മാത്രമേ ഉണ്ടായിരുന്ന ഒരു ലോകം ഉണ്ടായിരുന്നു. അതിലല്ല നമ്മൾ. അതിൽ നിന്ന് കുറേയൊക്കെ പുരോഗമിച്ച് നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട്, പ്രിസൈസ് ആയിട്ട് എവിടെയൊക്കെ അറ്റാക്ക് നടത്തണം എന്നുള്ള രീതിയിൽ മിലിറ്ററി ബേസ് എവിടെയുണ്ട്, ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയുണ്ട്, ഏതൊക്കെയാണ് സ്ട്രാറ്റജിക് ആയിട്ട് അറ്റാക്ക് ചെയ്യേണ്ട സ്ഥലങ്ങൾ എന്നുള്ള രീതിയിൽ മാക്സിമം കാഷ്വാലിറ്റീസ് ഒഴിവാക്കിക്കൊണ്ട് പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് ചലിക്കുന്ന യുദ്ധമുറകളാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. പക്ഷേ അതിന് നേരെ എതിരായിട്ടാണ് തീവ്രവാദികൾ പൊതുജനങ്ങളെ വധിക്കുന്ന ഒരു ഏർപ്പാട്. അതായത് അവർ കാട്ടാളന്മാരായിട്ട് അങ്ങനെ തന്നെ തുടരുകയും ലോകം വേറൊരു സൈഡിലേക്ക് മുന്നോട്ട് പോവുകയും മറ്റുള്ള കോമൺവെൽത്തിലുള്ള ആൾക്കാർ നയിക്കുന്ന യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങൾക്ക് തന്നെ ഒരു ലിബറലിസം വന്നിട്ടുണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു ലിബറൽ മാനദണ്ഡം വന്നിട്ടുണ്ട്. അതാണ് ഈ പ്രിസൈസ് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത്. പണ്ടൊന്നും ഈ പ്രിസൈസ് അറ്റാക്ക് ഒന്നും ഇല്ല. എവിടെയെങ്കിലും ചെന്ന് ബോംബിടുക എന്നുള്ളതാണ്. അതൊക്കെ മാറിയിട്ടുണ്ട് ഇന്ന്. അങ്ങനെയാണ് നമ്മൾ ഈ ലോകവീക്ഷണത്തിനെ നോക്കി കാണേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഇപ്പം ഈ ലോകത്തിനെ നോക്കി കാണേണ്ടത്. അല്ലാതെ ഇപ്പം നടക്കുന്ന യുദ്ധവും ഈ 3ാം ലോക മഹായുദ്ധവുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ്. ഈ അറബ് രാജ്യങ്ങളെല്ലാം തന്നെയും ഒരു ദിവസം പറയുന്നു, US മിലിറ്ററി ബേസുകൾ മൊത്തം ഞങ്ങളുടെ രാജ്യങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുക. അതായത് ഈ 10 ബേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 10 ബേസിൽ തുർക്കി, സിറിയ, ഇറാഖ്, ജോർദാൻ, കുവൈറ്റ്, ഖത്താർ, സൗദി, ബഹ്റൈൻ, UAE, ഒമാൻ, ഇത്രയും രാജ്യങ്ങളിൽ അമേരിക്കയുടെ ബേസ് ഉണ്ട്. ഇവർ ഒരുമിച്ച് നിന്നിട്ട് ഇവർ OICയിലൊക്കെ മീറ്റിംഗ് കൂടുന്ന ആൾക്കാരല്ലേ. ഇവർ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, വോയിസ് ഓഫ് ഇസ്ലാം ഒക്കെ ഇവരുടെ വളരെ ഭയങ്കരമായിട്ടുള്ള ടെർമിനോളജിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കൂട്ടം കൂടുന്ന ആൾക്കാർ ഇവർ അവിടെ ആ ഒരു OICയിൽ ഒരു റെഫറൻഡം പാസ്സാക്കിയിട്ട് എല്ലാവരെയും കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് പറയണം, ഇന്ന ഡേറ്റിൽ നമ്മൾ 6 മണിക്ക് ഈ പ്രഖ്യാപനം നടത്തുന്നു, അമേരിക്ക ഈ 10 രാജ്യങ്ങളിലുള്ള ബേസുകൾ എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് പറയാം ലോകമഹായുദ്ധത്തിന് തുടക്കമായി. അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ലെബനാനുമായിട്ട് നല്ല തീവ്രമായിട്ടുള്ള ചർച്ച, പുതിയ ഹിസ്ബുള്ളയുടെ ലീഡർ ഉണ്ടല്ലോ, അയാളുമായിട്ട് നല്ല രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ ഹെസ്ബുള്ളയെ ഒന്ന് ഒരുമിപ്പിച്ചെടുത്തിട്ട്, കാരണം അവിടെ ലെബനാന്റെ ഉള്ളിൽ ഹെസ്ബുള്ളയ്ക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പോൾ ഇസ്രായേലിനെ പേടിച്ചിട്ടാണ് അതൊക്കെ ഒന്ന് അടങ്ങിയിരിക്കുന്നത്. കാരണം ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ നല്ല രീതിയിലുള്ള പണി കൊടുക്കുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ലെബനന്റെ ഉള്ളിൽ ഒരു അട്ടിമറി നടത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഇപ്പം ഇസ്രായേലിന്റെ തൊട്ടടുത്ത് ഒരു സ്ഥലം ഇറാന് വേണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സിറിയ നഷ്ടപ്പെട്ടു, ഇറാഖ് ആണെങ്കിൽ 50-50 ആണ്. അവിടെ കുറച്ച് ഷിയ സപ്പോർട്ടേഴ്സ് ഉണ്ട്, പക്ഷെ അതൊന്നും തന്നെ എഫക്റ്റീവ് അല്ല. അവർ ഇന്നലെ വരെ വലിയ വീരവാദമൊക്കെ മുഴക്കിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അവസ്ഥ ഇന്ന് ആട് കിടന്ന സ്ഥലത്ത് പൂട പോലും ഇല്ല എന്നുള്ള അവസ്ഥയാണ് ഇറാഖിലെ മിലിറ്ററി ബേസിനെ ഞങ്ങൾ അങ്ങ് വിഴുങ്ങിക്കളയും എന്നാണ് പറഞ്ഞത്. ഇത് അമേരിക്ക അടിച്ചിട്ട് പോയിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ എത്രയായി? ഇറാഖിലെ ബേസ് അവിടെ തന്നെ ഉണ്ട്. ഇപ്പം അമേരിക്കൻ മിഡിൽ ഈസ്റ്റിലുള്ള ബേസുകളെ മൊത്തത്തിൽ തന്നെ ഇവർ എയിം ചെയ്യുന്നെങ്കിൽ തന്നെയും വെറും കാലി ബേസുകളെ മാത്രമേ ഇവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ അറ്റാക്ക് ചെയ്താൽ തന്നെ ബേസിനെ ടച്ച് ചെയ്യുക എന്നുള്ളത് തന്നെ ആ രാജ്യത്തിനെ ടച്ച് ചെയ്യുക എന്നുള്ളതിന്റെ അർത്ഥമാണ്. ഏതെങ്കിലും ബേസുകൾ അറ്റാക്ക് ചെയ്ത് കളയാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കുന്നുണ്ട്. നമ്പർ 2. നമ്പർ 3, ഈ റെഡ് സീയുടെ ഭാഗത്ത് തന്നെ അമേരിക്കയുടെ വാർഷിപ്പുകൾ കുറെ കിടപ്പുണ്ട്. അവിടെ തന്നെ കിടക്കുകയാണ്. അതായത് ഏത് മൊമെന്റിലും ഒരു എസ്കലേഷൻ ഈ ഒരു ബേസുകൾക്ക് നേരിടേണ്ടി വന്നാൽ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ഡിസ്ട്രോയേഴ്സ് കിടപ്പുണ്ട്. ഏതാണ്ട് 3-4 വാർഷിപ്പുകളും അവിടെ ഹാൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഷിപ്പിനെ ഇവർ എയിം ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി ഇതിലെല്ലാം ഉപരിയായിട്ട് അമേരിക്കയുടെ ഉള്ളിൽ ഈ നെക്സസ് പ്രോക്സി സംഘത്തെ വെച്ച് തീവ്രവാദ ആക്രമണം നടത്താനും ഒരു സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിലവിലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. അതായത് ഇറാനിലെ റെജീം ചേഞ്ച് അത് തന്നെയാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. ആ റെജീം ചേഞ്ച് ഖമനേയിയെ ഇല്ലാതാക്കിക്കൊണ്ട് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നടപ്പിലാക്കാൻ ഇസ്രായേൽ റെഡിയാണ്. അതാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ തീവ്രവാദ കൂട്ടം ശരിക്കും ഇപ്പം ഞെരിഞ്ഞ് അമർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു സെക്കൻഡറി ചാനലുണ്ട്. ആ ചാനലിലും ഇതേപോലെ രസകരമായിട്ടുള്ള വാർത്തകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി ഒരു വീഡിയോ വരുന്നതാണ്. ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ എന്നാണ് ആ ചാനലിൻ്റെ പേര്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് കമൻറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് കമൻറ്റിൽ തന്നെ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. എല്ലാ ദിവസവും ഇടുന്ന പുതിയ വീഡിയോകളുടെ ലിങ്ക് ആയിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വാർത്തകളും കൂടി കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഇതുവരെ കേട്ട വാർത്തകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.